വെൽക്കം ബാക്ക് ടു അവർ ചാനൽ MJ Vlog. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി സ്പെഷ്യൽ ചൂരക്കറിയായിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ ഇച്ചാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇച്ചാന്റെ സിഗ്നേച്ചർ റെസിപ്പി കൂടിയാണ് നമ്മുടെ ചൂരക്കറി. ഇപ്പൊ എപ്പോഴും വീട്ടില് ചൂര വാങ്ങിച്ചാൽ ഇച്ചാൻ തന്നെയായിട്ട് ഉണ്ടാക്കണേ. അപ്പൊ ഇച്ചാൻ അത് എങ്ങനെ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ചട്ടി ചൂടായില്ല, അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണ ചൂടായിട്ട് ഏകദേശം ചൂടായി. അതിനകത്തേക്ക് കുറച്ച് കടുക്, കടുകൊന്ന് പൊട്ടി വരണം. അപ്പൊ നമ്മൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട്. അപ്പൊ നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടിയായിട്ട് നമുക്കൊന്ന് ഇറക്കിയെടുക്കണം. ഇത് ശരിക്കും മൂത്തൊന്നും വേണം, പൊടികളെ കൂടി. കുറയ്ക്കണം. നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നേക്കാണ്. നമുക്ക് ഇതിനകത്തേക്ക് പുളി കഴുകി വെച്ചേക്കുന്ന വെള്ളം, പുളിയും കൊടംപുളിയാണ്, കൊടംപുളിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം വേണം. കറി തിളച്ചതിന് ചെറിയ സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മളൊന്ന് തുറന്നു നോക്കാം. പൊടി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് കൊത്തമ്പുള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒന്നാന്തരം കേരയാണ്, കേര ചൂരി.
തളച്ച് തളച്ച് വരികയായി. അപ്പൊ നമ്മുടെ കറി ഇവിടെ അടിപൊളി കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ അമ്മയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത്. പറ. ആ കുട്ടിക്കോ. സൂപ്പർ സൂപ്പറായി ഒച്ചത്തില് സൂപ്പർ. അപ്പൊ നമ്മുടെ കൊതിച്ചിപ്പാറ് മീൻ തിന്നിട്ട് അതിന്റെ തല എല്ലാം നിന്ന് നിർത്തി, ഇറച്ചി കഷ്ണം മൊത്തം നിന്ന് നിർത്തി. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ. നല്ല സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചം പറയുന്നതാന്ന് പറയും. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഇല്ലാട്ടോ, അടിപൊളി സാധനം.